വാർത്തകൾ വിശദമായി. ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ താഴെയിറക്കി കണ്ണൂരിൽ നിന്നുള്ള 4 സംഘമാണ് കുടുങ്ങിയത്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് സംഭവം. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് നിഗമനം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് മുകളിൽ കുടുങ്ങിയത്. 120 അടി ഉയരത്തിലാണ് ഇവർ കുടുങ്ങിയത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, അങ്ങനെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. കുട്ടികൾ അടക്കമുള്ളവരെയാണ് ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രീതിയിലുള്ള ഒരു പെട്ടുപോയി എന്ന് വേണം പറയാൻ. ഫയർഫോഴ്സ് സേന, മൂന്നാറിൽ നിന്നുള്ള ഫയർഫോഴ്സ് സേനയും അതോടൊപ്പം തന്നെ അടിമാലിൽ നിന്നുള്ള ഫയർഫോഴ്സ് സേനയും എത്തി മുകളിൽ കയറ് കെട്ടി പിന്നീട് കപ്പി ഉപയോഗിച്ചാണ് ഓരോരുത്തരുമായിട്ട് നിലത്ത് ഇറക്കിയത്. കുട്ടികളെ അഗ്നിരക്ഷാ സേനാംഗങ്ങളായ രണ്ടുപേർ മുകളിലെത്തി കുട്ടികളെ കൈകൾ ചേർത്ത് പിടിച്ച് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചാണ് സുരക്ഷിതമായി ഇറക്കിയത്. നാല് പേര് വിദഗ്ധരായ 4 പേരെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജീവനക്കാരെയും എല്ലാം തന്നെ സുരക്ഷിതമായി തന്നെ താഴെ എത്തിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ എന്ന് വേണം പറയാൻ. കാരണം മണിക്കൂറുകളാണ് 12:45 കയറിയ കണ്ണൂർ സ്വദേശികളായിരുന്നു. ഈ 12:45 ഈ ആകാശ ഡൈനിങ് ഹാളിൽ കയറിയത്. പിന്നീട് മണിക്കൂറുകൾ അകപ്പെട്ട ശേഷമാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് സേന എത്തി ഇവരെ സുരക്ഷിതരായി താഴേക്ക് എത്തിച്ചേതായാലും നാട്ടുകാർക്ക് തന്നെ വലിയ സന്തോഷമായിട്ടുണ്ട്. കാരണം വലിയ ഒരു ആശങ്കയിൽ തന്നെയായിരുന്നു നാട്ടുകാരടക്കം. കാരണം ഈ മണിക്കൂറുകൾ ഇതിന് മുകളിൽ കുടുങ്ങിക്കിടന്ന സഞ്ചാരികൾ എങ്ങനെ താഴേക്ക് ഇറക്കും എന്നുള്ളൊരു ആശങ്ക തന്നെ നാട്ടുകാരെല്ലാം പങ്കുവച്ചിരുന്നു. തുടർന്ന് ഈ ഹൈഡ്രോളിക് നന്നാക്കാൻ നോക്കിയെങ്കിലും ഒരുവിധ നടപടി ഉണ്ടാകാത്ത പക്ഷമായിരുന്നു പിന്നീട് ജില്ലാ ഭരണകൂടം അടക്കമുള്ള ആളുകൾ ഇടപെട്ടത്. പിന്നീട് സ്ഥലത്ത് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തുകയായിരുന്നു. ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം ആദ്യം കയർ കെട്ടി ഒരാളെ മുകളിലേക്ക് അയക്കുകയും പിന്നീട് അവിടുന്ന് ഒരു കപ്പി ഉപയോഗിച്ച് സീറ്റ് ഹാർനസും ഉപയോഗിച്ച് കുട്ടികളെ അടക്കം സുരക്ഷിതരായി തന്നെ താഴേക്ക് എത്തിക്കുക. ഏതായാലും ഇപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ വലിയ സന്തോഷത്തിലാണ്. കാരണം കുഞ്ഞടക്കം 2 വയസ്സും 4 വയസ്സുമുള്ള കുരുന്നടക്കമുള്ള കുട്ടികളാണ് മുകളിൽ അകപ്പെട്ടത്. ഏതായാലും ഫയർഫോഴ്സ് സേനയുടെ കൃത്യമായ ഒരു ഇടപെടൽ എന്ന് വേണം പറയാൻ. സുരക്ഷാ സേന കൃത്യമായി ഇടപെട്ട സഞ്ചാരികളെല്ലാം തന്നെ സുരക്ഷിതരായി താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും എല്ലാം തന്നെ ഉള്ളത്. ശരി. ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ താഴെ ഇറക്കിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള സംഘമാണ് ഇത്തരത്തിൽ 4 സംഘമാണ് ഇത്തരത്തിൽ കുടുങ്ങിയത്. ഇതിൽ ഒരു ജീവനക്കാരിയും ഉൾപ്പെടുന്നു. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണെന്നാണ് നിഗമനം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് മുകളിൽ കുടുങ്ങിയിരുന്നത്. 120 അടി ഉയരത്തിലായിരുന്നു ഇവർ കുടുങ്ങിയത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇവരെ താഴെ ഇറക്കിയിരിക്കുന്നത്. കുട്ടികളടക്കമുള്ള ഒരു കുടുംബത്തെയാണ് ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള 4 കുടുംബമാണ് മുകളിൽ കുടുങ്ങിയത്. ഇവരെയാണ് ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നത്. ഇടുക്കി ആനച്ചാലിലാണ് ഇത്തരത്തിൽ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നു എന്നൊരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കുഞ്ഞുങ്ങളടക്കമുള്ള ഒരു കുടുംബമാണ് ഇത്തരത്തിൽ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയിരുന്നത്. ഈ ഒരു ഡ്രോണിന്റെ തകരാറാണ് ഇത്തരത്തിൽ ഇതിനൊരു കാരണമെന്നാണ്, ഇവർ കുടുങ്ങിക്കിടക്കാൻ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറാണ് ഇതിന് കാരണമെന്നാണ് നിഗമനം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയും അടങ്ങിയ 5 സംഘമാണ് മുകളിൽ കുടുങ്ങിയിരുന്നത്. ഇവരെയാണ് ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നത്. സുരക്ഷിതമായി തന്നെ ഇവരെ താഴെ ഇറക്കാൻ സാധിച്ചു എന്നത് തന്നെ ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. 120 അടി ഉയരത്തിലാണ് ഇവർ കുടുങ്ങിയിരുന്നത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ ഇവരെ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കിയിരിക്കുന്നത്. അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിലാണ് ഇവരെ താഴെ ഇറക്കിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം നൽകിയത് അഗ്നിരക്ഷാ സേനയായിരുന്നു. വടം ഉപയോഗിച്ചടക്കം ഇവരെ താഴെ ഇറക്കുകയായിരുന്നു. 4 കുടുംബമാണ് ഈ ഒരു ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയത്. കണ്ണൂരിൽ നിന്നുള്ള 4 കുടുംബമാണ് കുടുങ്ങിയത്. ഇതോടൊപ്പം തന്നെ ഒരു ജീവനക്കാരിയും മുകളിൽ കുടുങ്ങിയിരുന്നു. സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ഈ ഒരു കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബത്തിനെയും ജീവനക്കാരെയും സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കിയെന്നത് ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് ഇത്തരത്തിൽ ഇതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയും അടങ്ങുന്ന 5 സംഘമാണ് ഇത്തരത്തിൽ
മുകളിൽ കുടുങ്ങിക്കിടന്നത് ഇവരെയാണ് ഇപ്പോൾ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കിയിരിക്കുന്നത്. 120 അടി ഉയരത്തിലാണ് ഇവർ കുടുങ്ങിയത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ ഇവരെ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കിയിരിക്കുന്നത്. ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള 4 അംഗ കുടുംബമാണ് ഇത്തരത്തിൽ കുടുങ്ങിയത്. ഇതിലൊരു ജീവനക്കാരിയും ഉൾപ്പെടുന്നു. സ്കൈ ഡൈനിങ്ങിനിടെയാണ് ഇവർ മുകളിൽ കുടുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. എല്ലാവരെയും ഇപ്പോൾ സുരക്ഷിതമായി തന്നെ താഴെ എത്തിച്ചിരിക്കുന്നു എന്നൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കുട്ടികളെയാണ് ആദ്യം താഴെ ഇറക്കിയത്. ഇതിനുശേഷം ആണ് മാതാപിതാക്കളെയും അതുപോലെ തന്നെ ജീവനക്കാരെയും താഴെ ഇറക്കിയത്. ഇതിൽ 2.5 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് എന്നുള്ളതാണ്. 8 വയസ്സും 2.5 വയസ്സുമുള്ള കുഞ്ഞുങ്ങളാണ് ഈ ഒരു സംഘത്തിലുണ്ടായിരുന്നത്. ക്രെയിൻ്റെ സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇടുക്കി ആനച്ചാലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്കൈ ഡൈനിങ്ങിനിടെയാണ് വിനോദസഞ്ചാരികളടക്കം കുടുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. 120 അടി ഉയരത്തിലാണ് ഈ ഒരു ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു നിരവധി വിനോദസഞ്ചാരികൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു 4 അംഗ കുടുംബമാണ്, ഒപ്പം ഒരു ജീവനക്കാരിയുമാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടന്നത്. ഇവരെയാണ് ഇപ്പോൾ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കിയിരിക്കുന്നത്. ഇടുക്കി ആനച്ചാലിലാണ് ഇത്തരത്തിൽ ഒരു ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരെ സുരക്ഷിതമായി തന്നെ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കിയിരിക്കുകയാണ്. 4 അംഗ കുടുംബമാണ് ഇത്തരത്തിൽ കുടുങ്ങിയത്. ഇതോടൊപ്പം തന്നെ ഒരു ജീവനക്കാരിയും മുകളിൽ കുടുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 120 അടി ഉയരത്തിൽ ഉള്ള ഒരു ഭക്ഷണശാലയിലാണ് ഇത്തരത്തിൽ ഒരു സഞ്ചാരികളടക്കം കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനായുള്ള ഒരു അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായുള്ളൊരു പദ്ധതിയായിരുന്നു ഈ ഒരു സ്കൈ ഡൈനിങ് എന്നത്. ഇതിൽ 120 അടി ഉയരത്തിലിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു. ഈ ഒരു പദ്ധതിയിലാണ് ഈ ഒരു അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള ഒരു സ്കൈ ഡൈനിങ്ങിലാണ് ഇത്തരത്തിൽ 4 അംഗ കുടുംബം അതോടൊപ്പം തന്നെ ഒരു ജീവനക്കാരിയും കുടുങ്ങിയത്. ഇപ്പോൾ അവരെ സുരക്ഷിതമായി തന്നെ താഴെ ഇറക്കിയിരിക്കുകയാണ്.